ഞാൻ അജിത ഫ്രം വക്കം പ്രബോധിനി UPS വക്കം. ഇത്തവണത്തെ 2025 അധ്യയന വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കൂടിയാണ്. എനിക്ക് പറയാനുള്ള സന്ദേശങ്ങൾ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്സ് അത്ര സുഖകരമായ വിഷയമൊന്നും അല്ലായിരുന്നു. യാന്ത്രികമായ രീതിയിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അടി കിട്ടും, വീട്ടിൽ നിന്നും അടി കിട്ടും, സ്കൂളിൽ നിന്നും അടി കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളത് പേടിച്ച് ആ ഒരു അടി കിട്ടാതിരിക്കാൻ വേണ്ടി, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി യാന്ത്രികമായിട്ട് കണക്ക് പഠിച്ചിട്ടുണ്ട്. അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകര് ചിലരൊക്കെ പ്രത്യേകിച്ച് മാത്സ് പഠിപ്പിക്കുന്നവരെയൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഈ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ എന്നാണ് ഇവിടെ നിന്ന് പെൻഷനായി പോകുന്നത് എന്നൊക്കെ വളരെ ആകാംക്ഷയോടെയൊക്കെ അന്വേഷിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ടീച്ചറിനെ ഒന്നും കുറ്റം പറയുന്ന അല്ല, അന്നത്തെ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്, മാത്സ് പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്. അപ്പൊ വളരെ പേടിയോടുകൂടി ആണ് ഞാൻ ആ മാത്സ് ടീച്ചറിനെയൊക്കെ കണ്ടിരുന്നത്. പിന്നെ ടീച്ചർ ആവാനുള്ള കോഴ്സ് പഠിച്ച സമയത്ത് ഞാൻ ചിന്തിച്ചു, ഒരു കണക്ക് ടീച്ചർ ഞാൻ ആവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു കുട്ടി പോലും എന്നെ ഒഴിവാക്കിക്കൊണ്ട് ആ ടീച്ചർ വരണ്ട, ആ ടീച്ചർ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ കണക്ക് ഇഷ്ടപ്പെടാതെ വെറുത്തു പോകുന്ന ഒരു വിഷയമായ കുട്ടികൾ ഒരിക്കലും ആ വിഷയത്തെ നോക്കിക്കാണരുത്, പ്രത്യേകിച്ച് എന്നെയും അങ്ങനെ നോക്കിക്കാണരുത്. അതെന്റെ ഒരു പ്രതിജ്ഞയായിരുന്നു. അപ്പൊ എങ്ങനെ കുട്ടികൾക്ക് മാത്സ് വളരെ ഈസി ആയിട്ട് ഭയങ്കര താല്പര്യത്തോടു കൂടി കുട്ടികൾ ചെയ്യുന്ന തരത്തിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, ഒരു മാത്സ് ടീച്ചറിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഗവേഷണമായിരുന്നു. അപ്പോ ഒരു വർഷം കൊണ്ട് 2 വർഷം കൊണ്ടല്ല അത് ഞാൻ ഗവേഷണം ചെയ്തത്. സർവീസ് കയറിയ അന്ന് തൊട്ടേ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഡയറ്റിന്റെ മേൽനോട്ടത്തിലുള്ള ആക്ഷൻ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഇതൊരു തുടർച്ചയായി ഗവേഷണം ചെയ്യുക എന്ന് പറയുന്ന എന്റെ ഒരു ജീവിതചര്യയായിട്ട് മാറ്റി. ഓരോ വർഷവും എന്തെങ്കിലും, പ്രത്യേകിച്ച് കണക്ക് എനിക്കിങ്ങനെ ഒരു താല്പര്യം കൂടെ ഉള്ളതുകൊണ്ട് കണക്ക് പഠിക്കാനായിട്ട് വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികളെ SSKയിലും SSIയിലും ഒക്കെ വർക്ക് ചെയ്തപ്പോൾ പല വിദ്യാലയങ്ങളിലുള്ള കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എന്തൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടുകളെന്ന് ഓരോ ബുദ്ധിമുട്ടിനെയും കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന തരത്തിലേക്ക് പല പല റിസർച്ചുകൾ ചെയ്ത് നോക്കി അത് കുട്ടികളിൽ എത്തിച്ചു. ആ കുട്ടികൾക്ക് മാറ്റം വരുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അങ്ങനെ അതിന്റെയൊക്കെ ഒരു ശീലമായിട്ട് ഇപ്പോൾ എന്റെ സ്കൂളിൽ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈഫ് സ്കില്ലുമായിട്ട് കണക്ട് ചെയ്ത് കുട്ടിക്ക് കണക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. പണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ മഞ്ചാടി കൂട്ടം അല്ലെങ്കിൽ പിന്നെ ഈർക്കലിന്റെ കമ്പ് കെട്ടൊക്കെ ഉപയോഗിച്ചാണ് കുട്ടികൾ പഠിക്കുമായിരുന്നത്. പിന്നെ കുറച്ചുകൂടെ പരിഷ്കാരം വന്ന് മറ്റ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ എന്റെ സ്കൂളിൽ നോക്കിയത്, കുട്ടി നിത്യജീവിതത്തിൽ എന്തൊക്കെയാണ് കണക്ക് കൈകാര്യം ചെയ്യാൻ കുട്ടിക്ക് കിട്ടുന്ന അവസരങ്ങൾ, അത് കുട്ടിക്ക് ശീലമാക്കിയാൽ വളരെ താല്പര്യത്തോടു കൂടി, അതായത് ഇപ്പൊ ഒരു റോബോട്ടിന്റെ ഒക്കെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ, നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ ഉള്ള ഒരു മനസ്സല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അവർ ഏറ്റവും മോസ്റ്റ് മോഡേൺ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നവരാണ്. അപ്പൊ അവരുടെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു എഞ്ചിനീയറിംഗ് മേഖല ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ബാങ്ക് ക്യാഷ് കൗണ്ടർ ഉണ്ട്, ചെക്ക് ലീഫ് ഉണ്ട്, നോട്ട് കെട്ടുകൾ, എല്ലാ ഡിനോമിനേഷനിലും നോട്ട് കെട്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ATM കൗണ്ടർ ഉണ്ട്, ATM കാർഡ് ഉണ്ട്, ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കുട്ടികൾ നോട്ടുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഇവിടെ പഠിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു കുട്ടി ശീലിക്കേണ്ട ചില ശീലങ്ങളുണ്ട്. പണ്ട് നമ്മൾ കണക്ക് പഠിക്കുന്ന സമയത്ത് പറയും, ഇപ്പൊ കുറയ്ക്കാനൊക്കെ ഉള്ള ക്രിയ വരുന്ന സമയത്ത് പിന്നെ ഒരു സ്ഥാനത്തുനിന്ന്, ഒന്നുകിടെ സ്ഥാനത്തുനിന്ന് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ 10യുടെ സ്ഥാനത്ത് നിന്ന് കടമെടുക്കുക, തൊട്ടപ്പുറത്തുനിന്ന് കടമെടുക്കുക, അതിന്റെ അപ്പുറത്തുനിന്ന് കടമെടുക്കുക. ഇതിങ്ങനെ പറഞ്ഞു കുട്ടി വിചാരിക്കുന്നത് നമുക്ക് ഒരു കാര്യം തികഞ്ഞില്ലെങ്കിൽ കടമെടുക്കുക. കടമെടുക്കാം, ഓക്കെ, പക്ഷെ അത് നമ്മളെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയുന്നതാണെങ്കിലേ കടമെടുക്കാൻ പാടുള്ളൂ. അത് കുട്ടിക്ക് ഒരു ലൈഫ് സ്കില്ലോട്ട് കണക്ട് ചെയ്ത് കുട്ടിക്ക് ഒരു ശീലവും ഒരു അറിവും കുട്ടിക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കടമെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ രീതിയിൽ നമുക്ക് അടച്ചു തീർക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള കടമൊക്കെ എടുക്കാം. പക്ഷെ കടമെടുക്കൽ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് കയ്യിൽ ഒരു പൈസ ഇല്ലെങ്കിലും കടമെടുത്ത് നമുക്ക് അതൊക്കെ ചെയ്യാം. പക്ഷെ ആ കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വല്ലാതെ വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഒരു ദ്രോഹവും ചെയ്യാത്ത കുഞ്ഞു മക്കൾ വരെ കൂട്ടാത്മഹത്യയിലേക്ക് പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ ലൈഫ് സ്കില്ലോട്ട് കണക്ട് ചെയ്ത് ഒരു വ്യക്തി പാലിക്കേണ്ട ശീലങ്ങൾ,
സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് ആ തരത്തിലേക്കാണ് ലൈഫ് സ്കില്ലുമായിട്ട് കണക്ട് ചെയ്ത് ഗണിത പഠനം ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത്. അവർ വളരെ ഉത്സാഹപൂർവ്വമാണ് ഗണിത പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും പിന്നെ പൈസ കൈകാര്യം ചെയ്യുന്നതും എല്ലാം. ചെക്ക് ഫില്ല് ചെയ്യാനൊക്കെ അറിയാം, ബാങ്കിൽ പോകാൻ കുട്ടികൾക്ക് യാതൊരു പേടിയില്ല, അവർക്ക് ഒരു വാങ്കലാപ്പൊന്നുമില്ല. അവരുടെ രക്ഷിതാവിനൊക്കെ ഒരു ചെക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളാണെങ്കിലും മുതിർന്നിട്ട് ഒരു ചെക്ക് ആദ്യമായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു 0 കൂടിപ്പോയാൽ നമ്മളെ പൈസ പോകൂലേ. പിന്നെ ആ എഴുതിയിരിക്കുന്ന ഫിഗർ തന്നെ വേഡ്സിൽ എഴുതുമ്പോൾ ഇത് ലക്ഷമാണോ 10,000 ആണോ 10 ലക്ഷമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. അപ്പൊ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കും. 1 ലക്ഷം എന്ന് എഴുതുമ്പോൾ 1 എഴുതിയിട്ട് 5 പൂജ്യമാണ് ഇടേണ്ടതെന്നൊക്കെ പണ്ട് ടീച്ചർ പറഞ്ഞതൊക്കെ നമ്മൾ വലുതായി ചെക്ക് ഫില്ല് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ സ്കൂളിലെ കുട്ടികൾ 3ാം ക്ലാസ് തൊട്ടുള്ള എല്ലാ കുട്ടികളും ഇപ്പൊ ഒരു ചെക്ക് ഒരാള് എത്ര വലിയൊരു എമൗണ്ട് ബോർഡിൽ എഴുതിയിട്ടാലും അവര് സ്ഥാനവില അനുസരിച്ച് കോമയിട്ട് ആ സംഖ്യ തെറ്റില്ലാതെ എഴുതുകയും വായിക്കുകയും ചെക്ക് ലീഫ് കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ഫില്ല് ചെയ്യും, ബാങ്കിൽ കൊണ്ടുപോയി പൈസ മാറി കിട്ടുന്ന പൈസ അത് എണ്ണി നോക്കി തിട്ടപ്പെടുത്തുകയും ചെയ്യും. അവിടെ ഒരിക്കലും നമ്മൾ ക്രിയാരൂപത്തിൽ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക എന്നൊന്നും കുട്ടിയോട് പറയുന്നില്ല. പക്ഷെ കുട്ടികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം കുട്ടിക്ക് കിട്ടുന്ന, അതായത് കുട്ടിയാണെങ്കിലും വീട്ടിലെ ഒരു രക്ഷിതാവ് ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന വരുമാനം, ഒരു ദിവസത്തെ വരുമാനം എത്രയാണോ ആ വരുമാനം നമുക്ക് എല്ലാ ദിവസവും, ചിലപ്പോൾ കുട്ടിയുടെയൊക്കെ പാരന്റ്സ് എല്ലാ ദിവസവും ജോലിയുള്ള ആൾക്കാരൊന്നും അല്ല, പക്ഷെ എങ്കിലും ഒരു ദിവസം ജോലിക്ക് പോയാൽ കിട്ടുന്ന പൈസ അന്ന് തന്നെ ചിലവാക്കി അല്ലെങ്കിൽ അതിന്റെ പിറ്റന്ന് കൊണ്ട് ചിലവാക്കി തീർന്നിട്ട് അടുത്ത ദിവസം നമുക്ക് കയ്യിൽ ഒരു പൈസയില്ലേ എന്ന് വിഷമിക്കേണ്ട ഒരു രീതികളാണ് ചില ഇടങ്ങളിലൊക്കെ കാണുന്നത്. പക്ഷെ കുട്ടിയോട് നമ്മൾ പറയുന്നത്, ഒരു മാസത്തിൽ 10 ദിവസം കൊണ്ട് ജോലി ഉള്ളതെങ്കിൽ കിട്ടുന്ന പൈസ അന്നോ പിറ്റന്നോ കൊണ്ട് തീർക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ സേവ് ചെയ്യുക. അതുപോലെ ഒരു ദിവസം ഒരു കോയിൻ ആണെങ്കിൽ ഒരു കുട്ടി എന്നുള്ള നിലയിൽ കുട്ടിക്കൊരു ഒരു ദിവസം ഒരു കോയിനെങ്കിലും കുട്ടി നിക്ഷേപിക്കണം. അപ്പൊ അത് കുട്ടിയുടെ ജീവിത ശൈലിയായിട്ട് കുട്ടി തന്നെ വീട്ടിൽ ഒരു സമ്പാദ്യം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റിന്റെ ഒരു ഏതെങ്കിലും കാര്യങ്ങളിൽ ചേരുകയാണെങ്കിൽ ഒരു ദിവസം ഒരു കോയിനെങ്കിലും, ഒരു 100 രൂപയാണ് വീട്ടിൽ വരുമാനമെങ്കിൽ കുട്ടിക്ക് 1 രൂപയെങ്കിലും ഒരു കോയിൻ നിക്ഷേപിക്കാൻ, സമ്പാദ്യമായിട്ട് കരുതൽ ധനമായി വെക്കാനായിട്ടുള്ള ഒരു ശീലം കുട്ടിക്ക് ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെയുള്ള ജീവിത നൈപുണികൾ കൂടി ഗണിതവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് അതിന്റെ രീതിയിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും വന്ന് ടീച്ചേഴ്സിനോടൊക്കെ എല്ലാം പറയും. അപ്പൊ അവർക്ക് ആ തരത്തിലേക്ക് ഒരിക്കൽ പോലും ഇവിടെ പഠിക്കുന്ന ഈ തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഭാവിയിലേക്ക് എനിക്ക് കടക്കണി വന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് ഒരു വിചാരിച്ച കാര്യം, എന്റെ കൊക്കിലൊതുങ്ങാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു കോംപ്ലക്സ് വന്നിട്ട് പിന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊന്നും ഒരിക്കലും ഈ തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ചിന്തിക്കേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടിയിൽ തന്നെ അങ്ങനെയുള്ളൊരു ശീലം, നമ്മുടെ കയ്യില് ഫാമിലി ബഡ്ജറ്റിംഗ് എന്താണ്, അതുപോലെ നമ്മുടെ കയ്യില് പൈസ വെച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഫാമിലി ചെലവുകളെല്ലാം എങ്ങനെ ചെയ്യുന്നതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം, ഏതൊക്കെ നമ്മൾ പ്രയോറിറ്റിയിൽ നിന്ന് മാറ്റേണ്ടത്, നമ്മുടെ അനാവശ്യ ചെലവുകൾ എന്തൊക്കെയാണ്, വീട്ടിലുള്ള ആൾക്കാരുടെയും കുട്ടിയുടെയും അനാവശ്യ ചെലവുകൾ എന്തൊക്കെയാണ്, ആ ചെലവുകൾ എങ്ങനെ നിയന്ത്രിച്ചാൽ നമുക്ക് ഭാവിയിലേക്ക് ഒരു നിക്ഷേപമായി ആ പൈസയെ കരുതി വെക്കാൻ കഴിയും. വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രിയിൽ കിടക്കുന്നു, പൈസ കൂടുതൽ വേണം, അപ്പൊ വിചാരിച്ചിരിക്കാതെ വരുന്ന ചെലവുകളുണ്ട്. അപ്പൊ ആ സമയത്ത് കുട്ടിയുടെ കയ്യിലുള്ള നിക്ഷേപമാണെങ്കിലും അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നുള്ള രീതിയിലേക്ക് കുട്ടിക്ക് ആ രക്ഷിതാവിനെ സഹായിക്കാൻ കഴിയും. ഇങ്ങനെ ശീലിക്കുന്ന ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഭാവിയിൽ അവര് സ്വന്തമായിട്ടൊരു ഫാമിലി ആവുന്ന സമയത്ത് ഗൃഹനാഥൻ എന്ന് പറയുന്ന ഒരാളിന് മാത്രമല്ല എല്ലാ ചുമതലയും ഉത്തരവാദിത്വങ്ങളും ഉള്ളത്. ഒരു വീട്ടമ്മയായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരുടെ കയ്യിൽ ഒരു കരുതൽ, ചെയ്യാൻ കഴിയുന്ന ജോലികൾ ചെയ്യുക, അതിൽ നിന്ന് സമ്പാദിക്കുന്ന പൈസ പ്രത്യേകം കരുതുക, ജീവിതത്തിൽ വേണ്ട ഒരു വീട് വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയൊക്കെ വരുന്ന സമയത്ത് ആ പൈസയും കൂടി എടുത്തുകൊണ്ട് ഒരു സമാധാനപരമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശീലങ്ങളും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ആണ് പെണ്ണെന്ന് വേർതിരിവില്ലാതെ എല്ലാ കുട്ടികളും സ്വയം പര്യാപ്തത നേടണം എന്നുള്ള തരത്തിലേക്കാണ് ഇവിടെ ഗണിത ക്ലാസ്സിനെ ലൈഫ് സ്കില്ലോട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നത്. ഇനി സ്ത്രീകളോട് പറയാനുള്ളത്, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്ക് അഭയമാകാൻ കഴിയുന്ന, മറ്റുള്ളവരോട് കരുണ ഉണ്ടാകുന്ന, ഒപ്പം തന്നെ പ്രതിസന്ധിയിൽ വീണു പോകാത്ത, പൊതുവെ സ്ത്രീകളെന്ന് പറയുമ്പോൾ അവര് ഇങ്ങനെ പെട്ടെന്ന് പ്രതിസന്ധി വരുമ്പോ അങ്ങ് തളർന്നു പോകും. അതുപോലെ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാവും, എങ്കിലും സ്നേഹവും കരുതലും എവിടെയാണ് കാണിക്കേണ്ടതെന്ന് അറിയില്ല. നമ്മൾ എവിടെയാണ് ഒരു ഫാമിലിയുടെ അകത്ത്, നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പം കൂടുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിനകത്ത് ഉള്ളവർ തമ്മിൽ പരസ്പരം ഒരു സ്നേഹവും കരുതലും ഒക്കെ പരസ്പരം കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള പല സമയങ്ങളിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ
മേഖലയിൽ സ്ത്രീക്ക് ഇങ്ങനെയുള്ള ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്ന ഫാമിലിയെ, അവരുടെ ഗൃഹനാഥനെ സഹായിക്കാൻ കഴിയും. ഒപ്പം തന്നെ വിഷമിക്കേണ്ടതന്നെ ഞാൻ കൂടെ ഇല്ലേ എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിലൊരു 6 മണിക്കൂർ ചിലപ്പോ ജോലിക്ക് പോകുന്ന ആളായിരിക്കും. എങ്കിലും അഡീഷണൽ ടൈമിൽ എനിക്ക് ഇനിയും എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ കഴിയുമോ, പാർട്ട് ടൈം ജോലി, ഫുൾ ടൈം ജോലി, അങ്ങനെയൊക്കെയുള്ള ജോലിയും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് ശീലിക്കുന്ന അച്ഛനും അമ്മയും കണ്ട് വളരുന്ന കുട്ടികൾ അത് തന്നെയാണ് പിന്തുടരുന്നത്. അപ്പൊ കൂടുമ്പോൾ ഇമ്പം കൂടുന്ന കുടുംബം ഈ തരത്തിലേക്കൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടെ ഇമ്പമുള്ള കുടുംബമായിട്ട് മാറും. അതിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നത് 3 B's ആണ്. 3 B's മീൻസ് 1 B മീൻസ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ബ്യൂട്ടി എന്ന് പറയുന്ന കാണുന്ന രൂപം മാത്രമല്ല, അവരുടെ പെരുമാറ്റം കൂടിയാണ് ഞാൻ ബ്യൂട്ടി ആയിട്ട് കാണുന്നത്. അപ്പം പെരുമാറ്റം, അതായത് കാണുന്ന അപ്പിയറൻസ്, അതുപോലെ അപ്പിയറൻസ് മീൻസ് ഒരു ബ്യൂട്ടി കാണുന്ന ഒരു രൂപഭംഗി മാത്രമല്ല, അവരുടെ പെരുമാറ്റം കൂടി ചേരുമ്പോഴാണ് ആ ബ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നത്. രണ്ടാമത് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും മര്യാദയും ബഹുമാനവും സ്നേഹവും കൊഞ്ചലും മാത്രമല്ല ഒരു സ്ത്രീക്ക് വേണ്ടത്. ബോൾഡ് ആവേണ്ട സമയത്ത് ബോൾഡ് ആവുകയും വേണം. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ ആൾക്കാർ പറയുമായിരിക്കും അവർ ഭയങ്കര തന്റേടിയണം, ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറയണം. ഞാനൊക്കെ ആ ടൈപ്പ് ആൾക്കാരാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എനിക്ക് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകുമ്പോൾ ഞാനെന്ന് പറയുന്ന ലേഡി അങ്ങനെയൊക്കെ കൂടിയാണ്. അടുത്തെന്ന് പറഞ്ഞ ബിഹേവിയർ ബോൾഡ്നെസ്. തന്റെ ഇടം കാണിക്കേണ്ട സമയത്ത് തന്റെ ഇടം തന്നെ കാണിക്കണം. അതൊരിക്കലും അഹങ്കാരമായിട്ടോ ധിക്കാരമായിട്ടോ മാറരുത്. സ്ത്രീകൾ നോ പറയേണ്ട സ്ഥലങ്ങൾ നോ തന്നെ പറയണം. ആ നോ പറയുമ്പോൾ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു വേണ്ട, നോ ആണ്. ഒരു തവണ പറഞ്ഞാൽ മതി, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ല. പ്രവൃത്തിയിലൂടെ കൊണ്ടുപോയാൽ മതി. അപ്പൊ ആ തരത്തിലേക്കുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ലേഡി ഒരു കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്തുള്ള ബാക്കി ഉള്ള ആൾക്കാർക്കും അഭയമാകാനും, ഒരാള് വയ്യാതായി പോയാൽ അവരെ നോക്കാനുള്ള ഒരു സന്മനസ്, അവരുടെ അടുത്ത് കാണിക്കേണ്ട ഒരു കരുണ, ദയ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു നല്ല ഒരു ലേഡി ആണ് എന്റെ സങ്കല്പത്തിലുള്ള ലേഡി. അതുപോലെ ജീവിക്കാൻ മറ്റുള്ള എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന, ഒന്നിന്റെ ജീവൻ കെടുത്തുന്നതിന് നമ്മൾ കാരണമാകരുത്. കാരണം ഇപ്പോൾ നമ്മളെ നാട്ടിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ സത്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ്. പെട്ടെന്ന് ആരെക്കുറിച്ചും എന്തും പറയുക, അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ മറ്റു മനുഷ്യർക്ക് ഒരുപാട് വേദനയുണ്ടാവും. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാതെ നമ്മൾ ആരെങ്കിലും കുറിച്ചൊക്കെ പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് നമ്മളും അതിലൊരു ഇരയായിപ്പോവും. അങ്ങനെ ആകാതെ നമുക്ക് സത്യസന്ധമായി കാണുന്ന കാര്യങ്ങൾ, ഒരാളുടെ ജീവിതമോ ജീവനോ ഇല്ലാതായി പോവും നമ്മളുടെ ആ വാക്കുകൾ കൊണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു തിരിച്ചറിവൊക്കെ സ്ത്രീകൾക്ക് വേണം. ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ അധ്യാപക സമൂഹത്തിൽ കൂടുതലും സ്ത്രീകളാണുള്ളത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഞാൻ ഈ 3 ആംഗിളിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കുടുംബിനി, അല്ലെങ്കിൽ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഒരു കുട്ടി. ഈ ടീച്ചേഴ്സ് എപ്പോഴും ഒരു പഠിക്കുന്ന കുട്ടിയും കൂടി ആയിരിക്കണം. ഞാൻ ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഓരോ വർഷം എനിക്കിനി ആ റിസർച്ചുകൾ നിർത്താൻ പോലും കഴിയില്ല. ഞാൻ പെൻഷനാവുന്ന സമയത്തും ഞാൻ എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കുന്നത്. കാരണം എന്ത് ചെയ്യും ആശങ്കയല്ല, ഞാൻ എന്റേതായ രീതിയിൽ റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ റിസർച്ചിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അവാർഡുകളൊക്കെ വരും. അതുപോലെ തന്നെ ഒരു നമ്മുടെ മെയിൻ പ്രൊഫഷൻ ടീച്ചിങ് ആണെങ്കിലും നമുക്ക്, ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ പോഷിപ്പിക്കുന്നതിന് എനിക്ക് ചില ഹോബീസ് ഒക്കെ ഉണ്ട്. ഹോബി മീൻസ് മെയിൻ അല്ലാത്ത എന്റെ ചെറിയ ചില വർക്കുകൾ. നമ്മളൊരു ഷോർട്ട് ഫിലിം ആക്ട്രസും കൂടിയാണ്. അപ്പൊ അങ്ങനെ അതിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ അല്ല. പക്ഷെ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി, വേറെ ആർക്കും ദോഷമില്ലാത്ത കുറച്ച് സന്തോഷങ്ങൾ, ഹോബി, പിന്നെ പുസ്തകം വായന, അതുപോലെ റിസർച്ച് വർക്കുകൾ എഴുതുക, മാത്സ് പഠിക്കാനുള്ള എളുപ്പ വഴികൾ, ഞാൻ കണ്ടെത്തിയ മാർഗങ്ങൾ, ഞാൻ സ്വീകരിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലെ ചില രീതികളും കൂടെയൊക്കെ വെച്ചുകൊണ്ട് ഒരു പുസ്തകരചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മറ്റുള്ളവർക്ക് സഹായകമാകുന്ന തരത്തിലേക്ക് ചെയ്യാനാണ് ഉദ്ദേശം. പിന്നെ പെൻഷനായ ശേഷവും കുട്ടികൾക്കോ PSC കോച്ചിങ്ങിനൊക്കെ പോണവർക്ക് വേണ്ടി ഒരു ചെറിയ ഡിപ്ലോമ കോഴ്സ് ഒക്കെ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ്. കാരണം ഒരു 2 മാസം വെക്കേഷനൊക്കെ കുട്ടികൾ വെറുതെ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു ഡിപ്ലോമ കോഴ്സ് മാത്സിന്റെ ബേസ് കൊടുക്കാനായിട്ട്, അത് ഏത് ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും ചെറിയ ക്ലാസ്സിലെ ഉള്ള ബേസ് ആ രീതിയിലേക്ക് പോയില്ലെങ്കിൽ അവർക്ക് PSC ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനെ കാണുമ്പോൾ പലരും അത് ആൻസർ ചെയ്യാതെ വിടും. പക്ഷെ ഇവിടെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഭിന്നസംഖ്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്രിയകൾ പഠിപ്പിക്കുന്നത് മുതിർന്ന പലരും കണ്ടിട്ട് അവർ ആ ക്ലാസ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ആവശ്യങ്ങൾ ആൾക്കാരിൽ പറയുന്നത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി അടുത്ത ഒരു ഇത് പോകുന്നത്. സ്കൂളിൻ്റെതായിട്ട് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ അത് ചെയ്യും. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് എന്റെ പ്രൊഫഷനിലുള്ള ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളും ഞാൻ പ്രയോഗിക്കുന്ന കാര്യങ്ങളും ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെടുമെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.
ട്രസ്റ്റ് ബേയുടെ എംപവർ ഹെയർ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾ എല്ലാവരും അവരുടെ ഒരു സ്റ്റെബിലിറ്റി, അതായത് അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക, അവരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ട്രസ്റ്റ് ബേ നടപ്പിലാക്കുന്ന എംപവർ ഹെയർ എന്ന പ്രോഗ്രാമിൽ അതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ത്രീകളും അവരുടെ ഒരു സമ്പാദ്യശീലം, ഒരു കുടുംബത്തിന് സപ്പോർട്ടാവാൻ, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് ഉണ്ടാവുക, അതിനുവേണ്ടി ഒരു സേവിങ്സ് എല്ലാ സ്ത്രീകളും കരുതണം. ഞാനിപ്പോ ഇവിടെ ഈ സ്കൂളിൽ ഈ പ്രോഗ്രാം ഇത് MDRC എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഡയഗ്നോസിസ് ആൻഡ് റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഈ ആശയം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം ഇതിനു വേണ്ടി എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് ആണ് ആദ്യം വാങ്ങി നൽകിയത്. അതിനുശേഷം എന്റെ ഒരുപാട് കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ മിത്രങ്ങളോടും ഒക്കെ പറഞ്ഞു. അപ്പൊ അതിൽ പലരും എനിക്ക് ചെറിയ സഹായങ്ങളൊക്കെ തന്നു. അങ്ങനെ ഞാനും കുറച്ചുകൂടെ പൈസ വീണ്ടും ഞാൻ ഇട്ടു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് വക്കം പ്രബോധിനി UPS ൽ ഒരു മാത്തമാറ്റിക്കൽ ഡയഗ്നോസിസ് ആൻഡ് റിസർച്ച് സെന്റർ എന്ന ആശയം വന്നത്. അപ്പം ഇതിലേക്ക് സഹകരിച്ച എല്ലാവരോടും എനിക്ക് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ട്രസ്റ്റ് ബേയിലെ എംപവർ ഹെയർ എന്ന പ്രോഗ്രാമിലേക്ക് സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാനുള്ള പരിപാടികൾ ഒട്ടനവധി തന്നെയാണ് ഈ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി നിക്ഷേപ പദ്ധതികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ ആക്റ്റീവായിട്ട് അവരുടെ ടീനേജ് സമയത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ ഒരു അവരുടെ പ്രവൃത്തികൾ സേവിങ്സിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഉള്ള നല്ല ചിട്ടയായ ഒരു പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കമ്പനിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.